നെഞ്ചെരിച്ചിൽ, പുളിച്ചു തകട്ടൽ, അതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ ഒരുപാട് പേഷ്യൻസും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ്. എന്തുകൊണ്ടാണ് ഇത് കോമൺ ആയിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസി സമയത്ത് കൂടി നിൽക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഈ പ്രൊജസ്ട്രോൺ കാരണം ഗ്യാസ്ട്രിക് എംറ്റിയിങ് ഡിലേ ആവുകയും ഗ്യാസ്ട്രൈറ്റിസ് വരികയും ചെയ്യും. അതുപോലെ തന്നെ 6 മാസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ യൂട്രസിൻ്റെ വലിപ്പം കൂടി അത് ആമാശയത്തിനെ കംപ്രസ് ചെയ്തിട്ടും ഗ്യാസ്ട്രിക് എംറ്റിയിങ് ഡിലേ ആവാം. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഹൈപ്പറെമിസിസ്. ശരീരത്തിലെ ബീറ്റാ-HCGയുടെ ഹോർമോൺ ലെവൽ കൂടി നിൽക്കുന്ന സമയത്താണ് ഈ ശക്തമായിട്ടുള്ള ഛർദി ഉണ്ടാവുന്നത്. ഇത് കാരണവും നെഞ്ചെരിച്ചിലും ഓക്കാനവും വരാം. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് ഒരു 3 നേരം ഹെവി മീൽസ് ആണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് 3 നേരം കഴിക്കുന്നത് നമ്മൾ 6 നേരമായിട്ട് കഴിക്കുക. 2 മീൽസിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് വരാതെ നോക്കുക. ഇനി രണ്ടാമത്, ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.